ഹായ്, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമുക്ക് ഈ ദിവസത്തെ ക്ലാസ്സിൽ സ്വരമാത്ര എന്താണെന്ന് മനസ്സിലാക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ സ്വരാക്ഷരവും വ്യഞ്ജനാക്ഷരവും പഠിച്ചിരുന്നു. അത് എല്ലാവരും ഭംഗിയായി എഴുതി കാണാതെ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് സ്വരമാത്ര എന്താണെന്ന് മനസ്സിലാക്കാം. സ്വരമാത്ര ആദ്യത്തെ സ്വരാക്ഷരം ഏതാണെന്ന് എല്ലാവർക്കും അറിയാം. ആ. ഇതിന് പ്രത്യേകിച്ച് മാത്രയൊന്നുമില്ല. ഇനി ആ. ആയുടെ മാത്ര. ഇനി അടുത്തത് ഇ. ഇയുടെ മാത്ര ഹ്രസ്വമായൊരു വള്ളിയാണ്. അടുത്തത് ഈ. മാത്ര വലതുഭാഗത്ത് ഒരു വള്ളി. ഇനി ഊ. ഊവിൻ്റെ മാത്ര ഇതാണ്. ഊ. മാത്ര. ഇനി റ്. റിൻ്റെ മാത്ര ഇതാ. ഇനി എ. ഏയുടെ മാത്ര. ഇനി ഐ. ഐയുടെ മാത്ര ചെരിഞ്ഞ രണ്ട് വരകളാണ്. ചെരിഞ്ഞ രണ്ട് വരകൾ. ഐ. അടുത്ത അക്ഷരം ഓ. കണ്ടില്ലേ? താഴെ ഒരു ശിരോരേഖ, അതിൻ്റെ മേലെ ഒരു ചെരിഞ്ഞ വര. പിന്നെ അടുത്തത് ഔ. കണ്ടില്ലേ? ഔ. ഇനി ആ എല്ലാവർക്കും അറിയാലോ. ആ. ആ. നമുക്ക് നോക്കാം. ആ. അനുസ്വാരവും വിസർഗവും അല്ലേ? ഇതാണ് നമുക്ക് ചേർക്കേണ്ടത്. അപ്പം ഇങ്ങനെ നമുക്ക് ഒരു സ്വരാക്ഷരം ഒരു വ്യഞ്ജനാക്ഷരം നമുക്ക് എങ്ങനെ ഈ മാത്ര ചേർത്ത് എഴുതാമെന്ന് നോക്കാം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ള 32 വ്യഞ്ജനാക്ഷരവും ഇതേപോലെ എഴുതി ഭംഗിയായി പഠിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നോക്കാം അല്ലേ? നിങ്ങൾ മനസ്സിൽ പറയണം കേട്ടോ. ഞാൻ പറയുമ്പോഴേ ക എന്ന അക്ഷരം നമുക്ക് എടുക്കാം. ക. കി. കി. ഈ അക്ഷരം എടുത്തു. കി. കു. കു. കൃ. ഇവിടെ ചിഹ്നം ചേർക്കാൻ ശ്രദ്ധിക്കണം. കൃ. കൃ. കെ. കൈ. കൈ. കു. കൗ. ഒരേ പോയിന്റിൽ തന്നെ വരുന്ന രണ്ട് രേഖകളും. അടുത്തത്
കം, ക, കാക്ക, കീക്കി, കൂക്കു, ക്രിക്കെ, കൈ, കോ, കൗ, കം, ക. മനസ്സിലായല്ലോ? ഇതുപോലെ എല്ലാ അക്ഷരവും, അതായത് വ്യഞ്ജനാക്ഷരങ്ങൾ സ്വരാക്ഷരങ്ങൾ ചേർത്ത് അതിൻ്റെ മാത്രകൾ ചേർത്തിട്ട് എങ്ങനെ എഴുതി പഠിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കും എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ സ്വന്തം പരിശ്രമം കൊണ്ട് നിങ്ങൾ ചെയ്യണം. ഇതൊരു ഉദാഹരണം മാത്രമാണ്. മറ്റുള്ള അക്ഷരങ്ങൾ നിങ്ങൾ എഴുതിയെടുത്ത് ഭംഗിയായി എഴുതി പഠിക്കണം. അതാണ് കേട്ടോ. അങ്ങനെ പഠിക്കുമ്പോഴാണ് നമ്മളെ മനസ്സിൽ അത് പതിക്കുക. ഒരിക്കലും മറക്കാത്ത വിധത്തിൽ ചെയ്യുമെന്ന വിശ്വാസത്തോടു കൂടി ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. Thank you for watching. Thank you.